Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Wassalatu wassalamu ala ashrafil anbiya'i wal mursalin nabiyyina Muhammadin wa ala alihi wa ashabihi ajma'in. Amma ba'd. സൂറത്ത് യാസീനിലെ 16-17 ആയത്തുകളാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. റബ്ബുനാ യഅലമു ഇന്നാ ഇലൈക്കും ലമുർസലൂൻ വമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ. വമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ. ആ പ്രവാചകന്മാർ, ആ മുർസലീങ്ങൾ നാട്ടുകാരോട് പറഞ്ഞതാണ്, ഞങ്ങളുടെ മേൽ ബാധ്യതയില്ല ഇല്ലൽ ബലാഗുൽ മുബീൻ. എന്താ ബലാഗുൽ മുബീൻ എന്ന് പറഞ്ഞാൽ? വ്യക്തമായ എത്തിച്ചു തരൽ അല്ലാതെ, ബലാഗുൽ മുബീൻ വ്യക്തമായ ബലാഗല്ലാതെ, എത്തിച്ചു തരൽ അല്ലാതെ ഞങ്ങളുടെ മേൽ ബാധ്യതയില്ല. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൈക്കൊന്നും ഇല്ലാത്ത ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൈക്കില്ലെങ്കിൽ കൂടി നമ്മൾ തക്ബീറിൻ്റെ
അതുമായി ബന്ധപ്പെട്ട ഒരു തദബ്ബുറാണ് നമ്മൾ നടത്തിയത്. അപ്പോൾ അതിന് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു ഈ ബലാഗുൽ മുബീൻ എന്താണ് എന്ന്. നമ്മൾ ഖുർആനിലൂടെ തന്നെ അത് മനസ്സിലാക്കാൻ. ഇവിടെ ഞങ്ങളുടെ മേൽ ബാധ്യതയാണ് ബലാഗ് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ബലാഗ് അല്ലാതെ അഥവാ എത്തിച്ചു തരൽ അല്ലാതെ ഞങ്ങളുടെ മേൽ ബാധ്യതയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? എത്തിച്ചു തരൽ ബാധ്യതയാണ് എന്നാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം പറഞ്ഞു, ഇത് മുർസലീങ്ങൾ പറഞ്ഞതാണ്. മുർസലീങ്ങളുടെ ഡ്യൂട്ടിയാണ്, എല്ലാ മുർസലീങ്ങളുടെയും ഡ്യൂട്ടിയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അവസാനത്തെ റസൂല്. ഇനി റസൂലില്ല, ഇനി ലോകാവസാനം. എപ്പോഴും പ്രതീക്ഷിക്കാം, ഏത് സമയത്തും ലോകാവസാനം പ്രതീക്ഷിക്കാം. നമ്മൾ താമസിക്കുന്ന ജീവിക്കുന്ന നാടും വീടും കെട്ടിടങ്ങളും ഫ്ലാറ്റും ഈ ഭൂമിയും എല്ലാം തകരും. ആ തകർച്ചയുടെ സമയത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം പിന്നെ ഒരു പ്രവചനം ജപ്പാനിലെ അവിടുത്തെ ഒരു ആധ്യാത്മികമായി ഗണിക്കപ്പെടുന്ന ഒരു പെണ്ണ് നടത്തിയൊരു പ്രവചനം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ജൂലൈ 4 പറഞ്ഞല്ലേ, ലോകം പിന്നെ ജപ്പാനിൽ ഭയങ്കരമായ ഒരു സുനാമി ഉണ്ടാകുമെന്നും ജപ്പാനാകെ തകർക്കപ്പെടുമെന്നൊക്കെ അവർ പറഞ്ഞു. പ്രവചനമൊന്നുമില്ലാതെ പോയി. പക്ഷേ പ്രവചനമല്ല നമ്മളെ വിഷയം. അല്ലാഹു ഖുർആനിൽ പറയുന്നുണ്ട് എന്തൊക്കെ ഈ ഭൂമിയിൽ ആ സമയത്ത് സംഭവിക്കും. കടൽ കത്തും എന്ന് പറയുന്നുണ്ട്. കടൽ കത്തും, കടല് പിന്നെ അത് ഇളകി മറിയും എന്ന് പറയുന്നുണ്ട്. അത് പിന്നെ പൊട്ടി ഒഴുകും എന്ന് പറയുന്നുണ്ട്. വൈദൽ ബിഹാറു ഫുജ്ജിറത് വൈദൽ ബിഹാറു സുഇറത്, സമുദ്രം ആളി കത്തിക്കപ്പെടും. ഇപ്പൊ സമുദ്രം കത്തുന്ന ഒരു അവസ്ഥ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ശാസ്ത്രജ്ഞൻ അതുമായി ബന്ധപ്പെട്ട ഒരു പഠനം നടത്തി പറഞ്ഞിരുന്നു. അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു. പൊട്ടി ഒഴുകുക എന്ന് പറഞ്ഞാൽ കടല് ഉയരൽ തന്നെയാണ്. മീറ്ററുകളോളം ഉയരത്തിൽ കടൽ ഉയർന്നാൽ കടൽ കരയിലേക്ക് പൊട്ടി ഒഴുകും. അത് പൊട്ടി ഒഴുകിയാൽ ഭൂമിയിൽ 2 ഭാഗം കടലാണ്, ഒരു ഭാഗം മാത്രമേ കരയുള്ളൂ. ഭൂമിയുടെ ടോട്ടൽ 3 ഭാഗിച്ചാൽ 2 ഭാഗം കടലാണ്. ആ 2 ഭാഗം കടലിനെ ഒരു ഭാഗമാകുന്ന കര, ആ കരയെ നശിപ്പിക്കാൻ കടലെമ്പാടും. അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു ഈ ഖുർആനിൽ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്ന സംഗതി, ഈ ഭൂമിയിൽ ഇനി ഭൂമിയിൽ പ്രവാചകന്മാരൊക്കെ വന്നു കഴിഞ്ഞു, ഭൂമിയിൽ മുർസലീങ്ങൾ വന്നു കഴിഞ്ഞു. അതിൽ ഒരു ഗ്രാമത്തിൽ വന്ന ദൈവദൂതന്മാരുടെ കഥ അള്ളാഹു നമുക്ക് ഖുർആനിൽ പറഞ്ഞു തരാണ്. വലിയ മെസ്സേജാണ്. അപ്പൊ ഇനി ലോകാവസാനം വരെ ജീവിക്കുന്ന നമുക്ക് ഇനി ഒരു നബി വരൂല, ഒരു നാട്ടിലും ഒരു നബി വരൂല. അവ ലോകാവസാനം വരെ ജീവിക്കുന്ന നമുക്ക് അല്ലാഹു തആല ഈ പ്രവാചകന്മാരെ പറഞ്ഞയച്ചതാരാ? പ്രവാചകന്മാരെ തെരഞ്ഞെടുത്ത് നിയോഗിച്ചതാരാ? അള്ളാഹുവാണ്, അല്ലെ? ആ അള്ളാഹു ആ ഡ്യൂട്ടി ഏൽപ്പിച്ചിട്ടുള്ളത് ഖുർആനിന്റെ അനുയായികളായ നമ്മളെ. മനസ്സിലായില്ലേ? ഖുർആനിന്റെ അനുയായികളായ നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ളത്. പ്രവാചകന്മാരുടെ കുറച്ച് വലിയ വിശാലമായ ഒരു ഏരിയ അവരുടെ ദൗത്യത്തിനുണ്ടായിരുന്നു. നമുക്ക് നമ്മൾ എവിടെയാണോ ജീവിക്കുന്നത് ആ ജീവിക്കുന്ന നാട്ടിൽ ജീവിക്കുന്ന പ്രദേശത്ത് നമ്മൾ ഈ ബലാഗ് ചെയ്യണം, എത്തിച്ചു കൊടുക്കണം. ഈ നിർബന്ധ ബാധ്യത നിർവഹിക്കാതെ നമ്മൾ മരിച്ചിട്ട് നമ്മുടെ താടയും കെട്ടി കാലും കെട്ടി മേലെ ഒരു തുണിയും പുതച്ച് നമ്മളെ മയ്യത്ത് ഇങ്ങനെ കിടത്തിയിട്ട് ആ മയ്യത്തിന്റെ തലക്ക് ഭാഗത്ത് ഇരുന്നിട്ട് ഏതെങ്കിലും ഒരാള് സൂറത്ത് യാസീൻ ഒതുങ്ങാണ്ട് അമാ അലൈന ഇല്ലൽ ബലാഗുൽ മുബീൻ എന്ന് പറഞ്ഞ കാര്യമില്ല.
വമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മയ്യത്തിനോടല്ല, മറിച്ച് ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ഈ ആശയം മനസ്സിലാക്കിയിട്ട് പറയേണ്ടവരോട് പറയണം. മറ്റൊരു കാര്യമാണ് അൽ മുബീൻ എന്നത് വ്യക്തമായി വിശദീകരിക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളാണ്. അതിൽ നമ്മുടെ മുന്നിലുള്ള ഗ്രന്ഥം ഏതാണ്? ഖുർആനാണ്. ആ ഖുർആനിനെ നമ്മൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കണം, പ്രബോധനം ചെയ്യണം, അതിലേക്ക് വിളിക്കണം. ഖുർആനിലേക്ക് ജനങ്ങളെ വിളിക്കണം, ഖുർആനിലേക്ക് ജനങ്ങളെ ക്ഷണിക്കണം. അത് നമ്മുടെ ബാധ്യതയാണ്. എവിടുന്ന് തുടങ്ങണം? എവിടുന്ന സ്റ്റാർട്ടിങ്? വഅൻദിർ അശീറത്തക്കൽ അഖ്റബീൻ. അഖ്റബീങ്ങളിൽ ഇത് തുടങ്ങണം. ആരാ അഖ്റബീങ്ങൾ? സ്വന്തം വീട്ടിൽ താമസിക്കുന്നവർ, നമ്മൾ ചെലവിൽ കൊടുക്കുന്ന ആൾക്കാർ, സ്വന്തം വീട്ടുകാര്, നമ്മളെ വീട്ടിൽ ആരൊക്കെയുണ്ട് അവര്. പിന്നെ ഏറ്റവും അടുത്ത നമുക്ക് എന്തെങ്കിലും പറ്റിയ ഓടി ആദ്യം വരുന്ന നമ്മുടെ തൊട്ടടുത്ത അയൽവാസികൾ അഖ്റബീങ്ങളാണ്. അഖ്റബ് എന്ന് പറഞ്ഞാൽ കരീബ് എന്ന് പറഞ്ഞാൽ അറിയാലോ, കരീബ് സമീപത്ത്. നമ്മുടെ സമീപത്ത് താമസിക്കുന്നത് ആരാ? വജാരി ദിൽ ഖുർബ. സുബ്ഹാനല്ലാഹ്. വൽ ജാറ് അയൽവാസിയാണ്. വൽ ജാരി ദിൽ ഖുർബ, അടുത്ത ഏറ്റവും അടുത്ത അയൽവാസി. ആ അയൽവാസിക്ക് ഹക്ക് കിട്ടണം എന്നാണ് നമ്മൾ മനസ്സിലാക്കിയ. ഹക്ക് എന്താ പറയുക? പൈസ, കറൻസി. എന്ന് പറഞ്ഞാൽ അവിടെ പറഞ്ഞ ഒന്നാമത്തെ കാര്യം സാമ്പത്തിക സഹായം തന്നെയാണ്. പക്ഷെ അത് മാത്രമാണോ ഹക്ക്? ആണോ? വതവാസൗ ബിൽ ഹക്ക്, പരസ്പരം ഉപദേശിക്കേണ്ട ഹക്ക് ഏതാ? പൈസ ആണോ? ഖുർആനാണ്. ആ ഹക്ക് ഖുർആനാണ്. ഹക്കായിട്ട് അള്ളാഹ് ഇറക്കി. വഅൻസൽനാഹു ബിൽ ഹഖി വനസല ബിൽ ഹഖി. കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചില്ലേ? 2 തവണ അള്ളാഹ് ഇറക്കിയത് ഹക്ക് ഹക്ക് എന്ന് പറഞ്ഞേ. ഒരു തവണ അല്ല, 2 തവണ. എന്നിട്ടാണ് പിന്നെ വഖുർആനൻ ഫറഖ്നാഹു ലിതഖറഉ അലന്നാസി അലാ മുക്തി എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഖുർആനിലേക്ക് ജനങ്ങളെ ക്ഷണിക്കണം. അപ്പൊ നമ്മളെ അയൽവാസികളെ ക്ഷണിക്കണം. അയൽവാസി എന്ന് പറഞ്ഞാൽ ഇവിടെ താമസിക്കുമ്പോൾ നമ്മളെ ഫ്ലാറ്റിന്റെ, നമ്മുടെ വീടിന്റെ റൂമിന്റെ തൊട്ടടുത്ത് ഉള്ള ആളുകൾ, അവരെ നമ്മൾ എന്ത് ചെയ്യണം? ഖുർആനിലേക്ക് ക്ഷണിക്കണം. നമ്മൾ ഇങ്ങോട്ട് പോന്നാ പോരാ, അവരെ നമ്മൾ വിളിക്കണം. വരട്ടെ വരാതിരിക്കട്ടെ, വിളിക്കൽ നിർബന്ധമാണ്. അലൈന അലൈന, നമ്മളതിൽ നിർബന്ധമാണ്. മനസ്സിലായില്ലേ? വരാൻ നിർബന്ധം. പിന്നെ സ്വന്തം മക്കളെ, കുടുംബത്തെ ഇതിലേക്ക് വിളിക്കൽ നിർബന്ധമാണ് ഖുർആനിലേക്ക്. ഇല്ലെങ്കിൽ ബാധ്യത വീടൂല, നിർബന്ധമാണ് എന്നതാണ്. ശരി. അപ്പൊ വമാ അലൈന ഇല്ലൽ ബലാഗുൽ മുബീൻ എന്ന് പറയുമ്പോൾ ഈ എത്തിച്ചു കൊടുക്കുന്ന സംഗതി, ആ റിസാലത്ത് എന്താണ്, അതിന്റെ ഗൗരവം എന്താ, എന്തുകൊണ്ടാണ് ഇത് എത്തിക്കൽ നിർബന്ധം എന്ന് പറയുന്നത്? ഇപ്പൊ ഒരു മരുന്ന്, ആ മരുന്ന് ഈ ജീവൻ രക്ഷാ മരുന്നാണെന്ന് വിചാരിക്കുക. മരുന്ന് പല ടൈപ്പ് മരുന്നുണ്ട്. അതിൽ ഒരു മരുന്നാണ് ജീവൻ രക്ഷാ മരുന്നുകൾ. ജീവൻ രക്ഷാ മരുന്നുകൾക്ക് ഗവൺമെന്റിന്റെ ഒരു വലിയ പോളിസിയാണ് ജീവൻ രക്ഷാ മരുന്നുകൾക്ക് പൈസ കുറക്കാന്നുള്ളത്. ജീവരക്ഷാ മരുന്നുകൾക്കാണ് ഭയങ്കര പൈസ. അപ്പൊ അത് ഗവൺമെന്റ് ഡിസ്കൗണ്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യാണ്? അതിൽ പൈസ കുറക്കുകയാണ്. അപ്പൊ ജീവൻ രക്ഷാ മരുന്ന്, അതിന്റെ ആവശ്യകത ഒരു മനുഷ്യന്റെ ജീവൻ നിലനിൽക്കലാണ്, അല്ലെ? ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് എത്തിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ, ആ എത്തിച്ചു കൊടുക്കേണ്ട വിഷയത്തിൽ നമ്മൾ ബാക്കിലേക്ക് മാറി നിന്നാൽ എന്തായിരിക്കും അവസ്ഥ ഉണ്ടാകുക? ഇനി അതാണ് ഞാൻ കാണിച്ചു തരാൻ പോണത്, ഖുർആനിൽ കാണാൻ പോണത്. ഈ എത്തിച്ചു കൊടുക്കേണ്ട സംഗതി എന്താണ്, എന്തുകൊണ്ടാണ് ഇത് നിർബന്ധമാണ് എന്ന് പറഞ്ഞത്, ഇത് എത്തിക്കൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞത് എന്തുകൊണ്ട്? അത്രയും ഗൗരവകരമാണ്. ഇത് എത്തിയിട്ടില്ല എങ്കിൽ സംഭവിക്കാൻ പോകുന്നത് വലിയ ഒരു ദുരന്തമാണ്. ആ ദുരന്തത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കലാണ്. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ
പിന്നെ ജീവൻ രക്ഷാ പദ്ധതികൾ, കാരുണ്യ പദ്ധതികൾ, കരുണയുടെ പദ്ധതികൾ ഒക്കെ ഉണ്ടല്ലോ, പലതും ഉണ്ടല്ലോ. പാവങ്ങൾക്ക് മരുന്നെത്തിച്ചു കൊടുക്കുക, ഭക്ഷണം എത്തിച്ചു കൊടുക്കുക, അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുക, ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾക്ക് അവരെ സഹായിക്കുക, ക്യാൻസർ ബാധിച്ച രോഗികൾക്ക് അവരെ സാമ്പത്തികമായി സഹായിക്കുക. ഇതൊക്കെ നമ്മൾ വലിയ വലിയ കാര്യങ്ങളായിട്ടാണ് അല്ലെ, അതിനൊന്നും നിസ്സാരക്കണ്ട വലിയ കാര്യം തന്നെയാണ്. എന്തിനാ ചെയ്തത്? എന്തിനാ ചെയ്തത്? നമ്മളെ നിയ്യത്തെന്താ? നിങ്ങളൊരു രോഗിക്ക് മരുന്ന് കൊടുത്തു, നമ്മളെ നിയ്യത്തെന്താ? ആ രോഗി ആ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നതല്ല. അതെങ്കിൽ അങ്ങനെ പറയുന്നത്, കാരണം നമ്മൾ ഈ കൊടുക്കുന്നതുകൊണ്ട് ആ രോഗിയെ രക്ഷപ്പെടുത്താൻ നമ്മളെ കൊണ്ട് പറ്റുമോ? രക്ഷപ്പെടുത്തേണ്ടത് ആരാ? മരുന്നാണോ രക്ഷപ്പെടുത്തുക? മരുന്നൊരു സബബ് മാത്രമാണ്, മരുന്ന് ഒരു കാരണം മാത്രമാണ്. ആരെ രക്ഷപ്പെടുത്തേണ്ടത്? അള്ളാഹു രക്ഷപ്പെടുത്തുക. അപ്പൊ നമ്മൾ കൊടുത്തത് രോഗിയെ രക്ഷപ്പെടുത്താനല്ല, നമ്മൾ രക്ഷപ്പെടാനാണ്. എങ്ങനെ? നമ്മൾ രക്ഷപ്പെടാനാണ്. ഇത് മനസ്സിലാക്കി വെക്കണം, ആത്യന്തികമായിട്ട് അത് മനസ്സിലാക്കി വെക്കണം. നമ്മൾ കൊടുത്തോടെ രോഗി രക്ഷപ്പെടണമെന്നില്ല. ഇവ കഴിഞ്ഞ ദിവസം 48 ലക്ഷം രൂപ പിരിച്ചുണ്ടാക്കി ഒരു ഡയാലിസിസ് നടത്തുന്ന ഒരു കിഡ്നി മാറ്റി വെക്കാൻ 48 ലക്ഷം പിരിച്ചുണ്ടാക്കി. ആ കാശുമായി വീട്ടിലേക്കടി ചെന്നപ്പോൾ രോഗി മരിച്ചു. ആശുപത്രിക്ക് എത്തിയിട്ടില്ല, എത്താൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതിയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ സ്വന്തം കുടുംബത്തിലെ ഒരാള് കിഡ്നി കൊടുത്തു, കിഡ്നി മാറ്റിവെച്ചു. കിഡ്നി മാറ്റിവെച്ച് കിഡ്നി സ്വീകരിച്ച വ്യക്തി രക്ഷപ്പെട്ടു. കിഡ്നി കൊടുത്തോ മരിച്ചു. എന്തിനാ കിഡ്നി കൊടുത്തത്? മറ്റവന്റെ ജീവൻ രക്ഷിക്കാനാണ്. പക്ഷേ ഈ കിഡ്നി കൊടുത്ത രോഗി പെട്ടെന്ന് അറ്റാക്ക് വന്ന് അവൻ മരിച്ചു. ഞാൻ കിഡ്നി കൊടുത്തത് അയാളെ രക്ഷപ്പെടാനായിരുന്നെങ്കിൽ, ഞാൻ പറഞ്ഞ മനസ്സിലായില്ല, പറഞ്ഞ പോയിന്റ് മനസ്സിലായില്ല. ഞാൻ കിഡ്നി കൊടുത്തത് അയാൾ രക്ഷപ്പെടാനായിരുന്നെങ്കിൽ അയാൾ രക്ഷപ്പെട്ടു, ഞാനിവിടെ. അപ്പോൾ എന്റെ നിയ്യത്ത് എന്തായിരിക്കണം? ഞാൻ കൊടുക്കുമ്പോൾ നിയ്യത്ത് എന്തായിരിക്കണം? ഞാൻ പരലോകത്തെ രക്ഷപ്പെടണമെന്നുള്ളതാണ് നിയ്യത്ത്. ഇതൊരു നിസ്സാരമാക്കി കണക്കാക്കണ്ട. അപ്പൊ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചു കൊടുക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ട്? അപ്പൊ നമ്മൾ ഇതൊന്നും ഇല്ല. അപ്പൊ നമ്മൾ ഇല്ലെങ്കിലും അതൊക്കെ ഒരുപാട് പല ഭാഗങ്ങളിലൂടെ നടന്നു പോകും ഒക്കെ. പക്ഷെ മരണത്തിന് ശേഷമുള്ള ലോകമുണ്ടല്ലോ, അവിടെ രക്ഷപ്പെടാൻ നമ്മളെ ഉണ്ടാവുള്ളൂ. രക്ഷപ്പെടുത്താൻ ഒരാളെ കൊണ്ടും സാധ്യമല്ല. നമ്മൾ സ്വയം രക്ഷപ്പെടണം. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന വേറൊരാളോട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ സ്നേഹം എന്താണെങ്കിലും ദുനിയാവ് രക്ഷപ്പെടുത്തി കൊടുക്കലല്ല, മറിച്ച് ആഖിറം രക്ഷപ്പെടുത്തി കൊടുക്കലാണ്. ആ ബലാഗാണ് ആര് ചെയ്യുന്നത്? പ്രവാചകന്മാര് ചെയ്തത്. ആ ബലാഗാണ് നമ്മൾ ചെയ്യേണ്ടത്. ശരി, അപ്പൊ ഇനി ആ എത്തിച്ചു കൊടുക്കുന്ന കാര്യം എന്താണ്? അതിന് വിഷയങ്ങൾ എന്താണ്? എന്തുകൊണ്ടാണ് അത്രയും ഗൗരവമുള്ള കാര്യമാണ്? അത് ആരെങ്കിലും ചെയ്യാതിരുന്നാൽ അത് ഭയങ്കര അപകടകരമാണ് എന്ന് പറയുന്ന കാരണം അത് 14-ാം അധ്യായം മറിക്കുക. 14-ാം അധ്യായം സൂറത്തുൽ ഇബ്രാഹിം, അതിലെ 47 മുതൽ 52 വരെയുള്ള ആയത്ത്. 47 മുതൽ 52 വരെ. 47 മുതൽ 52 വരെയുള്ള ആയത്ത് കണ്ട. 14-ാം അധ്യായം സൂറത്ത് ഇബ്രാഹിം, അതിലെ 47 മുതൽ 52 വരെയുള്ള ആയത്ത്.
കണ്ടില്ല? ഓതിക്കോളൂ ഓതിക്കോളൂ. ഇതുവരെ പറഞ്ഞ ആശയങ്ങളെ ഈ ആയത്തിൽ കാണാം. അർത്ഥം ശ്രദ്ധിക്കുക. ഖുർആൻ തന്നെ കൈവച്ചോളൂ. ഫലാ തഹ്സബന്നല്ലാഹ, ശ്രദ്ധിക്കണേ, ഫലാ തഹ്സബന്നല്ലാഹ മുഖ്ലിഫ വഅദിഹി റുസുലഹു. ഫലാ തഹ്സബന്ന, നീ ഒരിക്കലും കണക്കാക്കണ്ട, നീ ഒരിക്കലും വിചാരിക്കരുത്. അല്ലാഹ മുഖ്ലിഫ വഅദിഹി, അല്ലാഹു വാഗ്ദാനങ്ങൾ തെറ്റിക്കുമെന്ന്. റുസുലിഹി, ആരോടുള്ള വാഗ്ദാനങ്ങൾ? മുർസലീങ്ങളോടുള്ള വാഗ്ദാനങ്ങൾ, മുർസലീങ്ങൾക്ക് അല്ലാഹു നൽകിയ വാഗ്ദാനങ്ങൾ ലംഘിക്കുമെന്ന് ഒരിക്കലും വിചാരിക്കണ്ട. മനസ്സിലായിട്ടാ? ഇവിടെ മുർസലീങ്ങളെ കഥയെ പറയണത്. മുർസലീങ്ങൾക്ക് അല്ലാഹു കൊടുത്തിട്ടുള്ള ചില വാഗ്ദാനങ്ങളുണ്ട്. അത് എങ്ങനെ നമ്മൾ ജീവിക്കണം എന്നാണ് ഈ ഭൂമിയിൽ. അത് അങ്ങനെ കൊടുത്ത ആ കരാറ് അവർക്ക് കൊടുത്തത് അവർ പ്രവാചകന്മാർ കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട്. അവരോട് പറഞ്ഞ കാര്യം അള്ളാഹു ഒരിക്കലും തെറ്റിക്കൂല. കാരണം അള്ളാഹു ആണ് ആർക്ക് വഹി കൊടുത്ത്? മുസ്ലിങ്ങൾക്ക് അള്ളാഹ് കൊടുത്ത വഹിയാണ് ഇവർ ജനോട് പറഞ്ഞത്. ഇങ്ങനെ ജീവിച്ചാൽ ഈ ജീവിതമല്ല യഥാർത്ഥ ജീവിതം, ജീവിതം വരാനിരിക്കുന്നു, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്, അവിടെ ഇന്ന കാര്യങ്ങൾക്കൊക്കെ രക്ഷ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊരിക്കലും ആര് തെറ്റിക്കൂല? അള്ളാഹു തെറ്റിക്കൂല. ഇന്നല്ലാഹു അസീസുൻ ദുൽഇഖാബ്, ശിക്ഷയായും അള്ളാഹു തആല പ്രതാപയും ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നവരുമാകുന്നു. എന്നിട്ട് അള്ളാഹു പറയാം, കേട്ടോളൂ, യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർളി, ഈ ഭൂമിയല്ലാതെ ആക്കി മാറ്റുന്ന ഒരു ദിവസം. ഈ ഭൂമിയല്ലാതെ മറ്റൊന്നായി മാറ്റപ്പെടുന്ന ദിവസം വരാണ്ട്. ഇപ്പൊ നമ്മൾ ഈ ഭൂമിന്റെ പുറത്താ ജീവിക്കുന്നത്. ഈ ഭൂമിയല്ലാതെ ആക്കി മാറ്റും. ആകാശവും, ഈ ആകാശത്തിന് കീഴെ ഭൂമിക്ക് മുകളിൽ നമ്മൾ ജീവിക്കണം. ഈ ഭൂമി അല്ലാതെ ആക്കി മാറ്റും. അതിന്റെ വിശദീകരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഭൂമിയിൽ വരുന്ന മാറ്റങ്ങൾ. ബാക്കി അവരെല്ലാവരും അല്ലാഹുവിന്റെ അടുക്കലേക്ക് പുറപ്പെട്ടു വരും. എല്ലാവരും ആരുടെ അടുക്കലേക്ക് പുറപ്പെടും? ഒരാൾ മരിച്ചാൽ നമ്മൾ എന്താ പറയാ? ഇന്നലില്ലാഹി, അള്ളാഹുവിലേക്ക് പോയി എന്നല്ലേ? അല്ലെ? എങ്ങോട്ട് പോയി എന്നാ പറയാ? അള്ളാഹുവിലേക്ക് പോയി എന്നാ പറയാ, അല്ലെ? എല്ലാവരും റസൂലില്ലാഹി വാഹിദിൽ ഖഹാർ, ഏകനായ സർവാധികാരിയായ അള്ളാഹുവിലേക്ക് അവരെല്ലാവരും ഇറങ്ങി പുറപ്പെട്ട് വരികയും ചെയ്യുന്ന ദിവസം. ഇത് പ്രവാചകന്മാരുടെ
റിസാലത്ത്, ബലാഗാണ്. ഇതാണ് എത്തിച്ചു കൊടുക്കേണ്ടത്. ആർക്ക്? ഈ ഭൂമിയിലുള്ള ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കേണ്ടതാണ്. ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന ഭൂമി ഏതാണ്? ചെന്നൈ, ഈ നഗരം. നാട്ടില് നമ്മളെ നാട്, നമ്മുടെ സ്ഥലം അല്ലേ? ആ ഭൂമിയിൽ ഒരു ഭാഗത്ത് നമ്മൾ ജീവിക്കുക. എന്നാൽ ഇതല്ലാതെയാക്കി അള്ളാഹു മാറ്റും. ലോകാവസാനത്തിന് മുമ്പ് അന്ന് സംഭവിക്കുന്ന ചിലതൊക്കെ ചെറിയ ചെറിയ രൂപത്തിൽ കാണിച്ചിരുന്നതാണ്. ഇല്ലേ? ഭൂമിയുടെ പല ഭാഗത്തും ഇല്ലേ ആൾക്കാർ ജീവിച്ചിരുന്ന, വർഷങ്ങളായി ആൾക്കാർ ജീവിച്ചിരുന്ന ചില ഭൂമിയുടെ ചില ഭാഗത്തു നിന്ന് മനുഷ്യന്മാരെന്നല്ല, ഒന്നായിട്ട് കുത്തി ഒലിച്ചു ഒഴുകിപ്പോയി. പല ഭാഗത്തും കടലുകൾ കയറിയ, പല ഭാഗത്തും കരയിൽ ഒന്നുമില്ലാതെ കിടക്കണ, പല ഭാഗത്തും പല നാടുകളിൽ. ഇപ്പൊ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് 3 കൊല്ലം ഞാൻ ദാഴിയായിട്ട് പ്രവർത്തിച്ചതാണ്. നമ്മളെ ഈ പിന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കിടക്കുന്ന സംഗതിയാണ് ബംഗാൾ ഉൾക്കടലില്ല. അവിടെ 991 ഞാൻ ആദ്യം പോയ സമയത്ത് ഉണ്ടായിരുന്ന ചില റോഡുകളും ആ റോഡിന്റെ ഭാഗത്തുള്ള വിശാലമായ പാടങ്ങൾ, വയലുകൾ, വിശാലമായ വയല്. ആ വയല് നല്ല പച്ചപ്പുള്ള, ആൾക്കാർ കൃഷി ചെയ്യുന്ന, നെല്ല് ഉത്പാദിപ്പിക്കുന്ന, അതിനടിയിലൂടെ റോഡ്. എന്നാൽ കഴിഞ്ഞ സുനാമിക്ക് ശേഷം ഞാൻ അവിടെ സന്ദർശിക്കാൻ വേണ്ടി ചെന്നപ്പോൾ കണ്ടതെന്താണ്? ആ പ്രദേശം മുഴുവൻ കടലായി മാറിയിട്ടുണ്ട്. കടലാണ് അവിടെ, ഫുൾ മുതലകൾ അടക്കമുള്ള കടൽ, വലിയ കടലായി മാറും. റോഡില്ല, പാടില്ല, ഏക്കർ കണക്കിന് സ്ഥലം. അങ്ങനെ ഒരുപാട് ഒരു ദ്വീപാണ് കടലിന്റെ നടുവില്. കടലിൽ കയറിയതാണ്, അതല്ലാതെ മാറി. ചെറിയൊരു ദ്വീപ് ഉദാഹരണം. എത്രയോ സ്ഥലങ്ങൾ ചളിയായി, കൃഷി ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ചതുപ്പ് നിലങ്ങളായി മാറി. ചതുപ്പ് നിലങ്ങളായി ചളി കെട്ടിക്കിടക്കണ, എത്രയോ അടി ഉയരത്തിൽ ചളികൾ കെട്ടിക്കിടക്കുന്ന ചതുപ്പ് നിലങ്ങളായി മനുഷ്യന്മാർ കൃഷി ചെയ്ത സ്ഥലം, കൃഷി ചെയ്ത് ജീവിച്ചിരുന്ന സ്ഥലം. ഇതൊക്കെ ചെറുത് പഠിച്ചത് കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അള്ളാഹ് പറയാ, നിങ്ങൾ ഈ ജീവിക്കുന്ന ഭൂമി, ഈ ഭൂമി അല്ലാതെയാക്കി അള്ളാഹ് മാറ്റും. എല്ലാവരും അള്ളാഹിന്റെ അടുക്കിലേക്ക് പുറപ്പെട്ടു വരുന്ന ദിവസം. കേട്ടോളൂ. വതറൽ മുജ്രിമീന, കുറ്റവാളികളെ നിനക്ക് കാണാം. അർത്ഥം ശ്രദ്ധിക്കണേ. ഈ അർത്ഥം അറിഞ്ഞിട്ട് ഒന്നും കൂടി നിങ്ങൾ ഈ ആയത്ത് കേൾക്കണം. അർത്ഥം മനസ്സിലാക്കിയിട്ട് ഒന്നും കൂടി ആയത്ത് കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം പെടയും, കണ്ണ് നിറയും. ഈമാനുണ്ടെങ്കിൽ അർത്ഥം മനസ്സിലാക്കണം. നിനക്ക് കാണാം അൽ മുജ്രിമീന, കുറ്റവാളികളായ മനുഷ്യന്മാരെ. ഭൂമിയിൽ തിന്മകൾ ചെയ്ത്, കുറ്റങ്ങൾ ചെയ്ത്, നന്മകളൊന്നും ചെയ്യാതെ തോന്നിയ പോലെ ജീവിച്ച മനുഷ്യന്മാരെ ആ സമയത്ത് എങ്ങനെ കാണാം? മുഖർറനീന ഫിൽ അസ്വാദ്, ചങ്ങലയിൽ ഇങ്ങനെ കൂട്ടി ബന്ധിച്ച നിലയിൽ കാണാം. ചങ്ങലകളായി, ഒരു ചങ്ങലയിൽ ആൾക്കാരെങ്ങനെ നീളത്തിൽ കുറേ ആളുകളെ ഒരു ഒറ്റ ചങ്ങലയിൽ മുഖർറനീന അടുപ്പിച്ച് ചങ്ങല. കണ്ടില്ല ആമം രണ്ടാൾക്ക്, ഒരാൾക്ക് ആമം വെക്കറുണ്ട്, ഒരാളെ കൈമല് ഒന്നും മറ്റാളെ കൈമല് ഒന്നും വെച്ചിട്ട് കൊണ്ടുപോകുന്നതുണ്ട്. കണ്ടില്ല? ഇതേപോലെ ചങ്ങലയിൽ ഒരുപാട് ആളുകളെ ചങ്ങലയിൽ ബന്ധിച്ചതായി നിനക്ക് കാണാം. മുഖർറനീന ഫിൽ അസ്വാദ് സറാബീലുഹും മിൻ ഖത്റാൻ. സറാബീൽ എന്ന് പറഞ്ഞാൽ അവരെ കുപ്പായം മിൻ ഖത്റാൻ, അത് ടാറ് കൊണ്ടായിരിക്കും, കറുത്ത ടാറ്. ഈ റോഡൊക്കെ ഉണ്ടാക്കുന്ന ടാറുണ്ടല്ലോ, ആ ടാറ് കൊണ്ടുള്ള കുപ്പായമായിരിക്കും അവർക്ക് ഉണ്ടാവുക. വതക്ഷ വുജൂഹുമുന്നാർ, അഗ്നി അവരെ മുഖത്തെ പൊതിയും, തീ അവരെ മുഖത്തെ പൊതിഞ്ഞിട്ടുണ്ടായിരിക്കും. അള്ളാഹു പറയണം എന്തിനാണ്? ലിയജ്സിയല്ലാഹു, അവർക്ക് പ്രതിഫലം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹ് അവർക്ക് പ്രതിഫലം കൊടുക്കുകയാണ്. കുല്ല നഫ്സിൻ, ഓരോ വ്യക്തിക്കും, ഓരോരുത്തർക്കും. ഒരാളെ കൊണ്ട് വേറൊരാൾ രക്ഷപ്പെടുന്നു വിചാരിക്കണ്ട. അവനവന്റെ കർമ്മങ്ങൾ അവനവൻ അനുഭവിക്കേണ്ടി വരും. കുല്ലു നഫ്സിൻ, ഓരോ മനുഷ്യന്മാർക്കും മാ കസബത്ത്, അവൻ സമ്പാദിച്ച യാതൊന്ന്, അവനെന്താണോ ചെയ്തത് അതിനുള്ള പ്രതിഫലം കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇന്നല്ലാഹ സരീഉൽ ഹിസാബ്, അള്ളാഹു വളരെ വേഗത്തിൽ വിചാരണ ചെയ്യുന്നവനാണ്. എന്താ സരീഉൽ ഹിസാബ് എന്ന് പറഞ്ഞാൽ? ഹിസാബ് കണക്കുവെക്കലാണ്. സരീഉൽ ഹിസാബ് എന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിൽ കണക്കുവെക്കുക എന്ന് പറഞ്ഞാൽ, ഇവിടെ വേഗം എന്ന് പറഞ്ഞാൽ കൂടുതൽ ടൈമില്ല എന്നർത്ഥം. സരീഉൽ ഹിസാബ് ഭയങ്കരമായിട്ട് പഠിക്കേണ്ട വിഷയട്ടോ.
ഖുർആനിൽ പല സ്ഥലത്തും ഇവിടെ ശ്രദ്ധിക്കങ്ങൾ അത് അവിടെ റെഡി ആക്കിക്കോളും. ഇവിടെ ശ്രദ്ധിക്കും. കേൾക്കണില്ല? ബാക്കിലേക്ക് കേൾക്കണ്ട. ശരീഉൽ ഹിസാബ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കേണ്ട, വളരെ ഗൗരവത്തിൽ പഠിക്കേണ്ട വിഷയമാണ്. വേഗം വിചാരണ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എന്താണെന്നറിയാം? വിചാരണയിലേക്ക് പ്രവേശിക്കാൻ താമസമില്ല, വല്ലാതെ കാലമില്ല. മരിക്കാൻ ഇനി മരിക്കാൻ കുറെ കാലുണ്ട്, എന്റെ വിചാരണ തുടങ്ങാൻ കുറെ കാലുണ്ട് എന്ന് ആരും വിചാരിക്കണ്ട. ശരീഉൽ ഹിസാബാണ് അല്ലാഹ്. ഇത് വളരെ വലിയൊരു പാഠമാണ്, സന്ദേശമാണ്. എപ്പോഴാ വിചാരണ തുടങ്ങാം? ഒരാളെ വിചാരണ എപ്പോഴാ തുടങ്ങാം? അല്ല മരിക്കുന്ന സമയത്ത് വിചാരണ. പല ടൈപ്പ് ഉണ്ട് വിചാരണ. മരിക്കുന്ന സമയത്ത് മലക്കുകളുടെ ചോദ്യമുണ്ട്, അവിടുന്ന് പറഞ്ഞു തുടങ്ങണം ഉത്തരം. മലക്കുകൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഫീമ കുൻതും, നിങ്ങളെ നിലപാടെന്തായിരുന്നു ഭൂമിയിൽ നിന്ന്? ഫീമ കുൻതും എന്നൊരു ചോദ്യം മലക്കുകൾ ചോദിക്കാണ്ട്, ഖുർആനിലുള്ളതാ. നിങ്ങളെ നിലപാടെന്തായിരുന്നു? എന്ത് നിലപാടാ സ്വീകരിച്ചത് ഭൂമിയിൽ? അരകുഴമ്പൻ നിലപാട് സ്വീകരിക്കേണ്ടവരല്ല നമ്മൾ. ഒരു തിന്മക്കെതിരെ പരസ്യമായിട്ട് പറയണം. നമ്മളെ നാട്ടിലിപ്പം തിന്മ എങ്ങനെയൊക്കെ കൊണ്ടുവരാൻ പറ്റുമോ അങ്ങനെയൊക്കെ കൊണ്ടുവരുന്ന ഒരു ഭരണ സംവിധാനം നമ്മളെ നാട്ടിലുള്ളത്. കാരണം മതനിരാസത്തിലും ദൈവനിഷേധത്തിലും നിൽക്കുന്ന ഒരു അടിസ്ഥാന തത്വമായി അംഗീകരിച്ച ഒരു വിഭാഗത്തിന് ഒരിക്കലും ഒരു കലാലയങ്ങളിൽ പോലും, വളർന്നു വരുന്ന കുട്ടികൾ പഠിക്കുന്ന കലാലയങ്ങളിൽ പോലും ഒരു മതം അല്ലെങ്കിൽ ധാർമ്മിക മൂല്യം ഉണ്ടാവണം എന്നുള്ള താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ അടിസ്ഥാനപരമായി പല തിന്മകളും ആസൂത്രിതമായി കൊണ്ടുവരുന്ന ഒരു കാലമാണ്. പല ആൾക്കാരും മുസ്ലിമീങ്ങളിൽപ്പെട്ട പല ആൾക്കാരും തന്നെ അതിനിപ്പോ എന്താക്ക ചെറിയ കാര്യമല്ലേ എന്ന് പറഞ്ഞ് നിസ്സാരവൽക്കരിക്കുന്ന, അതും വലിയ ലീഡർമാര് നേതാക്കന്മാര് വരെ നിസ്സാരവൽക്കരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നത് വളരെ സങ്കടകരമാണ്. അപ്പോ കൂടുതൽ സമയം ഈ ഭൂമിയിൽ നമുക്കുണ്ട് എന്ന് ആരും വിചാരിക്കേണ്ട. മരിക്കണ സമയത്ത് ചോദ്യം തുടങ്ങാണ്, ഫീമ കുൻതും, നിലപാട് എന്തായിരുന്നു എന്ന്. അത് എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. ശ്രദ്ധിക്കണേ, അറിയില്ലായിരുന്നു. ഞാനൊരു സാധുവായിരുന്നു, ഞാനൊരു പാവായിരുന്നു, എനിക്കിതാരും പറഞ്ഞെന്നില്ല എന്നൊന്നും പറയാൻ പറ്റൂല. അല്ലെങ്കിൽ ഞാൻ ജീവിക്കുന്ന നാട്ടിൽ അതല്ലായിരുന്നു, ഞാൻ ജീവിക്കുന്ന നാട്ടിൽ അങ്ങനെ ആയിരുന്നില്ല എന്ന് പറയാം. അള്ളാഹ് ചോദിക്കുന്ന ചോദ്യം ഉണ്ട്. എന്താ അറിയാം ചോദ്യം? നിനക്ക് അലം തക്കുൻ അർളുല്ലാഹി വാസിഅ, അള്ളാഹിന്റെ ഭൂമി വിശാലാന്ന് അറിയില്ലായിരുന്നോ? എന്തിനാ എനിക്ക് പോയിക്കൂടായിരുന്നോ നാട്ടിൽ നിന്ന് വേറെ നാട്ടിക്ക്, ജീവിക്കാൻ പറ്റുന്ന നാട്ടിക്ക് പോയിക്കൂടായിരുന്നോ എന്ന് ചോദിക്കുന്ന നിലപാടാണ് അവിടുന്ന് ചോദ്യം ചിത്തു. അപ്പം അതിനുള്ളാകെ ശരീഉൽ ഹിസാബ് എന്ന് പറയുന്ന അർത്ഥം എന്താ? അധിക സമയമില്ല എന്നാണ്. ഏത് സമയത്തും ഏത് രൂപത്തിൽ, ചിലപ്പോൾ സന്തോഷവും ആനന്ദവും ഒക്കെ ആയുള്ള സമയത്തേക്കാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം എൻ്റെ നാട്ടില് പരപ്പനങ്ങാടി പാലത്തിങ്ങൽ ന്യൂക്കട്ട് എന്നൊരു സ്ഥലമുണ്ട്. അവിടെ 3 കുട്ടികൾ, ഞാൻ ഖുതുബ പറയുന്ന എൻ്റെ മഹലിൽ നിന്ന് താനൂര് തൊട്ടടുത്ത പ്രദേശ, അവിടുന്ന് 3 കുട്ടികൾ കുളിക്കാൻ വേണ്ടി പോയതാ. നാട്ടുകാര് പറഞ്ഞ് അവിടെ ഇറങ്ങരുത് ഇട്ടോന്ന്, അവിടെ ഇറങ്ങരുത് എന്ന് പറഞ്ഞ പോലെ പറഞ്ഞു. ഞങ്ങൾ കടലിൽ നീന്തുന്ന ആൾക്കാരാന്ന് പറഞ്ഞ കുട്ടികൾ, അവർ നീന്തി, ഒരാൾ ഒലിച്ചു പോയി. ഇന്ന് 5ാമത്തെ ദിവസം മയ്യത്ത് കിട്ടിയിട്ടില്ല. 5 ദിവസമായി തെരയണ്, മയ്യത്ത് കിട്ടിയിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ആ വീട്ടില് 17 വയസ്സാണ് ഈ കുട്ടിക്ക്, 17 വയസ്സ്. ഊണിലും ഉറക്കിലും മകന് വേണ്ടി കാവലിരുന്ന് അന്നം കൊടുത്ത് വളർത്തി വലുതാക്കിയ ഒരു ഉമ്മ ആ വീട്ടിലുണ്ട്, അല്ലെ? ആ മകൻ വരുന്നതും കാത്തിരിക്കണ ഉമ്മ ജീവനോടെ വരില്ല എന്ന് എല്ലാവരും ഉറപ്പിച്ച്. കാരണം താന്നുപോയി. ഇനി മയ്യത്താ കിട്ടുകയാണെങ്കിൽ തന്നെ ഒരു മയ്യത്തെങ്കിലും കിട്ടിയാൽ മനസ്സിന് സമാധാനം ഉണ്ടാവും. കബറടക്കിയാല്, ഒന്ന് പ്രാർത്ഥിച്ചാല്, നിസ്കരിച്ചാല്, ഇല്ലേ? അതുപോലും ഇല്ലാത്ത അവസ്ഥകൾ ആലോചിച്ചോക്കി. ഈ കവളപ്പാറയിൽ ഉരുൾപൊട്ടലുണ്ടായില്ലേ? ഉരുൾപൊട്ടലുണ്ടായിട്ട് 10-12 മയ്യത്തില കിട്ടിയിട്ടില്ല. കേന്ദ്ര സേന വന്നിട്ട് മാന്തി പരിശോധിച്ച് അവസാനം ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ നിർത്താൻ വേണ്ടി പറഞ്ഞപ്പോൾ കുറച്ച് ആൾക്കാർ അവിടെ ഓടി വന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഒന്നും കൂടി 2 ദിവസം കൂടി നിങ്ങൾ ശ്രമിക്കുക. എന്തിനാണ്? അവിടെ ഈ ഓടി വന്ന ആൾക്കാരെ മക്കളും കുടുംബങ്ങളും വാപ്പിയും ജേട്ടനും അനുജനും ഒക്കെ പെട്ട് കിടക്കുന്നുണ്ട്. എന്നിട്ട് അവര് പറഞ്ഞെന്താ അറിയാ, ഞങ്ങൾക്ക് അതിൽപ്പെട്ട ഒരു സഹോദരി പറഞ്ഞതാ, ഒരു ഹൈന്ദവ സഹോദരി പറഞ്ഞതാ, ഞങ്ങൾക്ക് ഒരു അസ്ഥിയെങ്കിലും കിട്ടിയാൽ, ഒരു എല്ല്, അതാണ് അസ്ഥി എന്ന് പറഞ്ഞാൽ, ഒരു അസ്ഥിയെങ്കിലും കിട്ടിയാൽ ഞങ്ങൾക്ക് അന്ത്യകർമ്മം ചെയ്യാനാ പറഞ്ഞത്.
അപ്പൊ നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്? ഏറെ സന്തോഷത്തോടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാ, 17 വയസ്സായിട്ടുള്ളൂ. അള്ളാഹു കുടുംബത്തിന് സമാധാനം കൊടുക്കട്ടെ, ആ ഉമ്മാന്റെ മനസ്സിന് അള്ളാഹ് ശാന്തി പ്രദാനം ചെയ്യട്ടെ. അപ്പൊ നമ്മൾ ആരും പ്രായം വയസ്സൊന്നും കണക്കാക്കണ്ട. ഇന്നല്ലാഹ സരീഉൽ ഹിസാബ്, അള്ളാഹ് വളരെ വേഗം വിചാരണ ചെയ്യുന്നവനാണ്. ബാക്കി ഇനി വായിക്കേ. ഹാദാ ഹാദാ ബലാഗുൻ. നമ്മൾ പഠിക്കുന്ന ആയത്തെന്താ? അമാ അലൈന ഹാദാ, ഇതാണ് ഇപ്പറഞ്ഞ കാര്യമാണ്, ഇതാണ് ജീവിതം. ദുനിയാവിൽ ഭക്ഷണമോ വസ്ത്രമോ ഒന്നുമല്ല പറഞ്ഞത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ലോക ജനസംഖ്യാ ദിനായിരുന്നു. ലോക ജനസംഖ്യാ ദിനായിട്ട് വേൾഡ് ആഘോഷിക്കായിരുന്നു. ലോക ജനസംഖ്യാ ദിനം എന്തിനുണ്ടായെന്ന് അറിയാം നിങ്ങള്? എന്തിനുണ്ടാക്കിയത്? ജനസംഖ്യ കൂട്ടിയിട്ട് നാട്ടില് പട്ടിണിയും ദാരിദ്ര്യം ഇല്ലാതിരിക്കാണ്ടാക്കിയതാ. എല്ലാവർക്കും മക്കൾ 2 മതി അല്ലെങ്കിൽ 1 മതിയായിരുന്നു. ഇപ്രാവശ്യത്തെ ജനസംഖ്യ അതിന്റെ പ്രമേയം എന്താ അറിയാം നിങ്ങള്? ചെറുപ്പക്കാര് നല്ല കുടുംബം ഉണ്ടാക്കണം എന്നാ. ഇപ്പൊ ജപ്പാനിലും പിന്നെ ചൈനയിലൊക്കെ കുട്ടികളില്ലാത്തവർക്ക് റേഷൻ കാർഡ് വരെ കട്ടാക്കുകയാണ്. ഇപ്പൊ മിനിസ്ട്രി ഓഫ് സെക്സ് എന്ന് പറഞ്ഞ ഒരു ഏർപ്പാട് റഷ്യയിൽ തുടങ്ങിയിട്ടുണ്ട്. എന്താ പറഞ്ഞറിയോ? ഈ ജോലിയുടെ ഇടവേളയിൽ പോലും ലൈംഗിക ബന്ധത്തിന് സമയം കണ്ടെത്തണമെന്ന്. ആൾക്കാരില്ലാന്ന്, കുട്ടികളില്ലാന്ന്. ഇപ്പൊ ലോകരാഷ്ട്രങ്ങള്, റഷ്യ പോലെ രാജ്യങ്ങള് 18-നും 23-നും ഇടയ്ക്ക് ഒരു പെൺകുട്ടി പ്രസവിക്കുകയാണെങ്കിൽ ആ പ്രസവിക്കുന്ന പെൺകുട്ടിക്ക് 4 ലക്ഷം കൊടുക്കണത്. പ്രസവിച്ച് കഴിഞ്ഞാൽ 10 ലക്ഷം കൊടുക്കണത്. കാരണം ഇത് 18-23 പഠിക്കണ കുട്ടി വിദ്യാർത്ഥിനികൾക്ക് പ്രോത്സാഹനം കൊടുക്കുകയാണ്. കല്യാണത്തിന്റെ അന്ന് പകല് 4000 ചില്ലാനം ഉറുപ്പ്യ ഗവൺമെന്റ് കൊടുക്കുകയാണ്. ആദ്യ രാത്രിക്ക് 22,000 ഉറുപ്പ്യോളം ഇന്ത്യൻ ഉറുപ്പ്യന്റെ വിലയുള്ള കാശ് റഷ്യ കൊടുക്കുകയാണ് ആദ്യ രാത്രി ചെലവാക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ എന്തിനാ? അപ്പൊ മനുഷ്യന്മാര് ഹദാ ബലാഗുല്ലിന്നാസ്, ഇത് ഈ സന്ദേശം എന്തിനാണ്? ഹദാ, ഇത് ബലാഗ് എത്തിച്ചു കൊടുക്കാർക്ക്? ലിന്നാസ്, ജനങ്ങൾക്ക്. അപ്പൊ ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന്മാർ, ഈ ഭൂമിയുടെ പിന്നെ മുകളിൽ ജീവിക്കുന്ന മനുഷ്യന്മാര് ആ ഭൂമിയുടെ ലാഹിർ മാത്രം കണ്ട് ജീവിക്കേണ്ട, അതിനൊരു ബാത്തിനുണ്ട് അല്ലെ? ഇപ്പൊ ഭൂമിയിൽ ടോട്ടൽ എത്ര കോടി ആൾക്കാരുണ്ട്? ഇപ്പൊ ഭൂമിയിൽ ടോട്ടൽ എത്ര കോടി ആൾക്കാരുണ്ട്? 850 കോടി നടപ്പത്തെ പുതിയ കണക്ക്. 850 കോടി ഭൂമിയിൽ മനുഷ്യന്മാരുണ്ട്. എത്ര 850 കോടി ഭൂമിന്റെ അടിയിലുണ്ട് അറിയോ നിങ്ങള്? ഭൂമിന്റെ അടിയിൽ ഭൂമിയിൽ ജനിച്ചവരൊക്കെ ഭൂമി തന്നെയാണ്. ഈ ഭൂമിക്ക് ആകർഷ ശക്തി കൊടുത്തില്ലേ? പണ്ട് മറ്റേ ആപ്പിൾ ഗുണ കഥ അറിയില്ലേ? ഇതെന്തിനു കൊടുത്തതാ? ഏത് വിമാനത്തിൽ പോയി കത്തിയാലും ഭൂമിയിൽ വരും അതിന്റെ അവശിഷ്ടം. ഏത് കടലിൽ പോയാലും ഭൂമി തന്നെയാണ്. ഈ ഭൂമിയുടെ പരിധി വിട്ട് ഒരു മനുഷ്യനും എവിടേക്കും പോകാൻ കഴിയില്ല. ഏത് ആകാശത്തിൽ വെച്ച് കത്തി അമർന്ന വിമാനം പണ്ട് ചൈനയിൽ നിന്ന് പിന്നെ മലേഷ്യ എന്ന് ചൈനയ്ക്ക് പോയത് ഇപ്പോഴും കിട്ടിയിട്ടില്ല. എവിടെയാണ് അത്? എവിടെ ഉണ്ട്? ഈ ഭൂമിയിലുണ്ട്. എവിടെയെങ്കിലും അതിന്റെ കവർ അവിടെ ആയിട്ടുണ്ടാവും. കടലിലോ കരയിലോ എവിടെയെങ്കിലും ഉണ്ടാവും. ഈ ഭൂമിയിൽ വരും. ഭൂമിന്റെ അള്ളാഹ് അങ്ങനെ സംവിധാനിച്ചത്. ഈ ഭൂമിയിൽ നിന്ന് ഒരാളും പുറത്തു പോകില്ല. ഭൂമിയിൽ പഠിച്ചോ ഒരാളും പുറത്തു പോകില്ല. അള്ളാഹു അസീസുൻ. ഈ ആയത്തിന്റെ ഒക്കെ വാലുമൽ കണ്ടില്ല നിങ്ങൾ ഓരോ വാക്ക്? അതൊക്കെ എന്താ? അള്ളാഹിന്റെ പ്രതാപം, അള്ളാഹിന്റെ ശക്തിയാണ് പറഞ്ഞത്. ഇത് ചെറിയ കാര്യമില്ല. അപ്പോ ഈ ഭൂമിന്റെ ലാഹിർ മാത്രം, ഭൂമിയുടെ പുറം മാത്രം കണക്കാക്കണ്ട. ഭൂമിക്ക് ഒരു ഉൾഭാഗമുണ്ട്. ഈ ദുനിയാവിലെ മരണത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ട്. ഹാദാ ബലാഗുൻ. എന്താ ഈ ഹാദാ പറഞ്ഞാല്? എന്താ ഹാദാ? ഖുർആൻ. ഈ മേലെ പറഞ്ഞ ഈ ഭൂമി അല്ലാതാക്കി മാറ്റുന്നൊക്കെ പറഞ്ഞ പ്രവാചകന്മാർക്ക് കൊടുത്ത വാഗ്ദാനം അള്ളാഹ് ലംഘിക്കൂല എന്നൊക്കെ പറഞ്ഞ ഈ ആശയം എവിടെ കാണുന്നത്? ഖുർആനില്. ഇതാണ് ബലാഗുൽ, ജനങ്ങൾക്കുള്ള ബലാഗ്. അപ്പൊ ബലാഗുൽ മുബീൻ എന്താ? ഖുർആനാണ്. കണ്ടാ? അതാണ് ബലാഗുൽ മുബീൻ. അത് കണ്ടെത്തലാണ്. അതാണ് തദബ്ബുർ ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് കണ്ടെത്താൻ കഴിയാ. ഹാദാ ബലാഗുൽ ലിന്നാസ്. എന്തിനെ? വായിക്കേ. വായിക്കേ. വലിയുന്തർ, അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കാൻ, താക്കീത് കൊടുക്കാൻ വേണ്ടി ബിഹി, ആ ഖുർആന് കൊണ്ട്. വലിയഅലമൂ, അവർ മനസ്സിലാക്കണം, അന്നമാഹുവ ഇലാഹു വാഹിദ്, തീർച്ചയായും അള്ളാഹു ഏകനായ ഇലാഹാണ്. അള്ളാഹിനെയാണ് ആരാധിക്കേണ്ടത്. ആ അള്ളാഹിന്റെ കൽപ്പന അംഗീകരിക്കണം. അള്ളാഹ് മാത്രമാണ് ആരാധനക്ക് അർഹൻ. ആ അള്ളാഹിന്റെ കൽപ്പന അംഗീകരിച്ച് ജീവിക്കണം. അവന് ഇബാദത്ത് ചെയ്താൽ ഭൂമിയിൽ ജീവിക്കേണ്ടത് എന്ന് മനസ്സിലാക്കാൻ. വലിയ ഉലുൽ അൽബാബ്,
കാമ്പുള്ള ആൾക്കാർ, തലയിൽ കാമ്പുള്ള ആളുകൾ, ബുദ്ധിയുള്ള ആൾക്കാർ ചിന്തിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയുമാണ്. ഇതൊക്കെ മുന്നിൽ വെച്ച് ചിന്തിക്കുമ്പം ബുദ്ധിയുള്ളവന് മനസ്സിലാകും ഒരിക്കലും ഈ ഭൂമിയിലെ ജീവിതത്തിൽ മതിമറന്ന് ജീവിക്കണ്ട. അങ്ങനെ ജീവിച്ചവർക്ക് ആർക്കും ഒന്നും കിട്ടിയിട്ടില്ല. ഈ ജീവിക്കുന്ന ജീവിതം പരലോകത്തേക്ക് കൂടി സമ്പാദിക്കുക. ആ ബലാഗ് പരസ്പരം നമ്മളെല്ലാവരും, ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കി, ഇവിടെ ഈ വന്നിരിക്കുന്ന ആൾക്കാരൊക്കെ ഒന്നല്ലെങ്കിൽ ഒരാളെ വിളിച്ചിട്ട് വന്നോലാണ്, അല്ലേ? ക്ഷണിച്ചിട്ട് വന്നോലാണ്. ഇവ ഈ ക്ലാസ്സിൽ വന്ന ആളുകൾക്കൊക്കെ ഈ സന്ദേശം കിട്ടി, ഈ ഒരു സന്ദേശം കിട്ടി. ഇനി നമ്മൾ വിളിക്കാൻ ബാധ്യതയുള്ള കുറെ ആൾക്കാരുണ്ട്, അത് മറക്കണ്ട. നമ്മളെ വിളിയും കാത്തിരിക്കുന്ന കുറെ ആളുകളുണ്ട്. അവിടേക്ക് നമ്മളെ വിളി എത്തണം, നമ്മളെ ക്ഷണം അവിടേക്ക് എത്തണം. ഇത് നമ്മുടെ ബാധ്യതയാണ്. പ്രവാചകന്മാരെ ഏൽപ്പിച്ച ബാധ്യത നമ്മുടെ കൂടി ബാധ്യതയാണ്. ശരി, അപ്പൊ ഈ ആയത്തിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കി, ബലാഗുൽ മുബീന് എന്താണെന്ന് മനസ്സിലാക്കി. അതിന്റെ ആശയം എന്താണ്? ഈ ബലാഗുൽ മുബീൻ, വ്യക്തമായ സന്ദേശം എന്ന് പറയുന്ന ആ സന്ദേശം എന്താണ്? അതിന്റെ കണ്ടന്റ് ആണ് നേരത്തെ ഈ പറഞ്ഞ ആയത്ത്. ഇത് ഭൂമിയല്ലാതെയാക്കി മാറ്റുന്നതും ഈ ഭൂമിക്ക് വരാൻ പോകുന്ന മാറ്റവും നമ്മളെ മരണവും നമ്മളെ ഹിസാബും വിചാരണയും എല്ലാം ഇതിൽ പറഞ്ഞു. ഇതിൽ തൗഹീദ് വന്നു. അവസാനത്തെ ആയത്തിൽ എന്ത് വന്നു? തൗഹീദ് വന്നു, റിസാലത്ത് വന്നു, ആഖിറത്ത് വന്നു. എന്താ പ്രബോധനം ചെയ്യേണ്ടി? എന്താ ദേവത്തിന് 3 ഘട്ടമുണ്ട്. എന്താണ്? ഒന്നെന്താണ്? തൗഹീദ്. രണ്ടെന്താണ്? റിസാലത്ത്. മൂന്നെന്താണ്? ആഖിറത്ത്. ഇത് 3ഉം ഈ ആയത്തിൽ വന്നു. ശരി, അപ്പൊ അർത്ഥം മനസ്സിലാക്കിയിട്ട് അതൊന്നും കൂടി മനസ്സറിഞ്ഞ് ഓതിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. നാളെ പരലോകത്ത് നിർഭയത്വത്തോടെ സമാധാനത്തോടെ വിചാരണയെ നേരിടാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ. ഒരു വലിയ വിചാരണയുണ്ട് നമ്മളെ ആയുസ്സിനെ പറ്റി, നമ്മളെ അമലുകളൊക്കെ പറ്റിയൊക്കെ. അവിടെ ഈ പരിശുദ്ധ ഖുർആനിൻ്റെ ഈ പഠനം, ഇതിനു വേണ്ടി നമ്മൾ നീക്കി വെക്കുന്ന ഈ സമയം, ഇത് നന്മയുടെ ഭാഗത്ത് ഖനം തൂങ്ങാനും നമ്മളെ ഹിസാബിൽ ഒരു ഉദാത്തമായ ലളിതമായ ഒരു ഹിസാബിലേക്ക് നമ്മളെ എത്തിക്കാനും അള്ളാഹു കാരണമാക്കി തീർക്കട്ടെ. അള്ളാഹുവിൻ്റെ ഈ ഖുർആൻ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന കാര്യത്തിൽ നമ്മുടേതായ പങ്കാളിത്തം നിർവഹിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാവട്ടെ. അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മളെ കുടുംബത്തിൽ അള്ളാഹു മനസ്സമാധാനം പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും അള്ളാഹു നിറവേറ്റി തരുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.